മണിക്ക് ഇവിടുന്ന് വണ്ടി വിടും, കേരളമുള്ളവര് കേറിക്കോളാം. നാലല്ലേടാ നീയൊക്കെ എഴുന്നേക്കോളൂടാ ചാക്കേ. അട്ട് ഇയാള് ഞങ്ങള് ആശാട്ടിരിക്കണ കാല് നീക്കിട മൊത്തം ആശുട്ടിയുടെ വെളിവൊക്കെ പോയി കിടന്നിറങ്ങണ പോലെ ആളെ കളിയാക്കുന്നോടാ. ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി പോവാണ്. എന്റെ ബർത്ത്ഡേ അതാരും പറഞ്ഞു പുള്ളി ബർത്ത്ഡേ ഡ്രസ്സൊക്കെ 2 ദിവസം മുമ്പ് ഇട്ടിട്ട് പോണ്. പുള്ളി ബർത്ത്ഡേ ഡ്രസ്സൊക്കെ എന്നിട്ടേക്കണേ. ഇവനെയൊക്കെ എന്താ ചെയ്യണ്ടത്? നീ പറ, എവിടെ പോണേന്ന് പറ, നിനക്ക് അറിയാൻ നോക്കട്ടെ. പറ. വർക്കല, എന്നിട്ട് തൃശ്ശൂർ, അല്ല തിരുവനന്തപുരം, ഇംപ്രസീവ് ബീച്ചോ. ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി തിരുവനന്തപുരം വരാണ്, പക്ഷെ പോവാണ്. വർക്കല, പിന്നെ കോവളം, ലുലു മാളൊക്കെയാണ് പ്ലാൻ. അപ്പോൾ ഞങ്ങൾ 3 പേരുണ്ട്, പിന്നെ അനന്തു, അജുവൊക്കെയാണ് ഉള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയേക്കാണ്. രാവിലെ 5:30 ഇറങ്ങിയതാണ്. ഗായ്സ്, ഉണ്ണിയുടെ ബർത്ത്ഡേ ആണ് നാളെ. നിൽക്ക് ഇത് ഉണ്ണിയുടെ ബർത്ത്ഡേ ഡ്രസ് വിത്ത് ഷൂ. ഔട്ട്ഫിറ്റ് വർത്ത് ഒന്ന് പറയുമോ പ്ലീസ്? ഔട്ട്ഫിറ്റ് വർത്ത് ജാക്കറ്റിന് കുഞ്ഞേട്ടൊന്ന് പറയൂ. കുഞ്ഞേട്ടൻ അറിയില്ല ഗൈസ്. 500 ഗൈസ് ബാഗി. പിന്നെ ഷൂ 2800 രൂപയുടെ ഷൂ. പിന്നെ മോതിരം 80. മാലയ്ക്ക് ഒരു 90 ഒക്കെ. അപ്പൊ ടോട്ടല് അതെ, കാൽക്കുലേറ്ററിൽ നിങ്ങൾ പ്ലസ് ചെയ്തോ ഗൈസ്. ഒരു 10,000 രൂപയുടെ മുതലാണിത്. കണ്ടോ? ഇവനെ വേണ്ടി തട്ടിക്കൊണ്ട് നോക്കോ. ആദർശട്ടി അപ്പൊ ഉറക്കം തൂങ്ങിയേക്കാണ്. കണ്ടോ? എടുത്തപ്പോ തന്നെ അറിയാം. അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയേക്കാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ണിയമ്മ മസാല ദോശ, വടയൊക്കെ ഇട്ടിരിക്കുന്നുണ്ട്. ചാക്ക് കണ്ടോ? ചാക്ക് മസാല. എന്നിട്ട് അവിടെ അവർ 3 പേര് അപ്പുറത്തുണ്ട്. എൻ്റെ നെയ് റോസ്റ്റാണ്ട് കുറച്ച് ടൈം എടുക്കും. ഉണ്ണിയമ്മയുടെ ഡ്രസ്സിൽ ടാഗ് പോലും ഊരിയിട്ടുള്ള വാല് പോലെ കിടക്കുകയാണ്. കണ്ടോ? അപ്പൊ കമ്പനിയൊക്കെ ഇവിടെ കാണാം. ഇവിടെ വാങ്ങിച്ചത് അത് കളയാതെ പുള്ളി ഡ്രസ്സൊക്കെ എടുത്തിട്ടേക്കുക. അതെ, കോട്ടനാണ്. 34 പുള്ളിയുടെ ബാഗി 34 ഉണ്ണി. പാരച്യൂട്ട് ബാഗി കോട്ടനാണ്. സെറ്റപ്പാണ്. പുള്ളിയുടെ എഴുതി വെച്ചൊക്കെ സെറ്റപ്പാണ്. കല്യാണരാമൻ സുരാജ് വാല് പൊട്ടിക്കാൻ പറയുന്നുണ്ട്. പുള്ളിയുടെ ഡ്രസ്സൊക്കെയാണിത്, ബർത്ത്ഡേ ഡ്രസ്. കാപ്പിൽ ബീച്ച് റോഡ്. ഇവിടെ കാപ്പിൽ ലേക്ക് ഉണ്ട്. റോഡ് ഇത് കാപ്പിൽ റോഡ്. നമ്മളിപ്പോ കാപ്പിൽ റോഡിലൂടെയാണ് പോണത്. റൈറ്റ് സൈഡില് കടലും ലെഫ്റ്റ് സൈഡില് ലേക്കും. അതാണ് ഇവിടെ കണ്ടത്. ഇവിടെ ബോട്ടൊക്കെ കിടക്കുന്നുണ്ട്. എൻജോയിങ് ദ സീനറി. നമ്മള് കാപ്പിൽ പാലത്തിലാണ്. ഇതേ പാലത്തിന്റെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അപ്പുറം നമുക്ക് കായല് കാണാം. അപ്പുറത്ത് കടല് കണ്ടോ? പൊക്കി കാണിച്ചു. ഇവിടെ കായൽ. ഗായ്സ്, അവിടെ 3 പേര് വണ്ടി തള്ളി കളിക്കുന്നു. ഡിയോ ഗായ്സ്, അങ്ങനെ നമ്മൾ ലുലു മാൾ എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ തിരുവനന്തപുരത്തെ ലുലു മാൾ.
ഇതാ അവിടെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്. പെട്രോൾ പമ്പിൻ്റെ അടുത്ത് തന്നെയായിട്ടാണ് വരുന്നത്. ഏത് ഹൈവേ ആണ്? ഏത് ഹൈവേ ആണോ അറിയാമോ? നമ്മുടെ എടപ്പള്ളി പോലെ തന്നെ ഇവിടെയും ലുലു മാളിന്റെ ഫ്രണ്ടിൽ ബ്ലോക്കാണ് ഗൈസ്. എന്തായാലും ലുലു മാൾ ഉള്ളതുകൊണ്ട് ബ്ലോക്ക് അത്രേ ഉള്ളൂ. ഗൈസ് ഇതാണ് എൻട്രി. ഇത് ലുലു എസ്റ്റാഡോ ബെല്ലച്ച ഇവരിങ്ങനെയാണ് പറയുന്നത്, ലുലു എസ്റ്റാഡിയോ ബെല്ലച്ച. എന്താ പറഞ്ഞേ? എന്താ പറഞ്ഞേ? നാളെ നമ്മുടെ ലുലു മാളിന്റെ പാർക്കിങ്ങിലേക്ക് പോവാണ്. കറങ്ങി കറങ്ങി കറങ്ങി. നമ്മുടെ അജുവാണ് ഡ്രൈവർ. അതാണ് പേടി. ഇപ്പൊ നമ്മള് രണ്ടാമത്തെ ഫ്ലോറിൽ എത്തിയിട്ടുണ്ട്. ഇനി രണ്ടെണ്ണം കൂടി കേറണം. അപ്പൊ ഭാഗ്യം നമ്മൾ രണ്ടാമത്തെ ഫ്ലോറിൽ തന്നെ വണ്ടി പാർക്ക് ചെയ്തു. അപ്പൊ നമ്മള് ലുലു മാളിന്റെ എൻട്രിയിൽ കേറാൻ പോവാണ്. എൻട്രൻസ് അവിടെയാണെന്നാണ് എന്ത് പറയുന്നത്. അതെ, അവിടെ എൻട്രൻസ് ഗായ്സ്. പിന്നെ പാർക്കിങ്ങിന് നമുക്ക് ഇവിടെ ഇങ്ങനെ അറിയാൻ പറ്റും. ഇവിടെ മുകളിൽ റെഡ് ലൈറ്റ് കണ്ടോ? ഇവിടെ റെഡ് ലൈറ്റ്, ഇവിടെ സെൻസർ ഉണ്ട് എല്ലാ വണ്ടിയുടെ മേളിൽ. അപ്പോൾ വണ്ടി എടുത്ത് കഴിയുമ്പോൾ അവിടുത്തെ ഗ്രീൻ ലൈറ്റ് ആവും. അപ്പോൾ ഗ്രീൻ ലൈറ്റ് നോക്കി നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ വേറെ ആരുടെ സഹായം വേണ്ട. അതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എടപ്പള്ളിയിൽ നിന്നും ഇവിടെ ഒരു ഡിഫറൻസ് ആയിട്ട് തോന്നിയത്. ഇനി നമുക്ക് ഉള്ളിൽ എന്തൊക്കെ ഡിഫറൻസ് ഉണ്ടെന്ന് നമുക്ക് ചെന്ന് നോക്കാം. ഫസ്റ്റ് ഫ്ലോറിലുള്ള സാധനങ്ങൾ ഇതൊക്കെയാണ് ഗൈസ്. ലെവൽ 1, ലെവൽ 2, ലെവൽ 1 എല്ലാം ഉണ്ട് ഫസ്റ്റ് ഫ്ലോറിലുള്ള സാധനങ്ങൾ. ഗൈസ് ഉണ്ണി നല്ല മാസമായി നടന്നു പോവാണ്. കണ്ടോ? പുള്ളി ബർത്ത്ഡേ ഡ്രസ്സിൽ ലുലു മാൾ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഉണ്ണി അതേവരെ തൂങ്ങി പോകുന്നതാണ്. ലുലു ഫാഷൻ സ്റ്റോർ. ഇവിടെയാണ് ലുലു ഫാഷൻ സ്റ്റോർ വരുന്നത്. ഇവിടെ SD ഉണ്ട്, ജാവ ഉണ്ട്. ജാവ SD മോട്ടോർ സൈക്കിൾസ്. എടാ SD ജാവയുടെ ആണോ? രണ്ട് സെയിമോ? സെയിം കമ്പനിയുടെ രണ്ട് കമ്പനിയായിട്ട് സെയിം ഡീലർഷിപ്പായിട്ട് ഉള്ള തന്നെ ഓരോ ഷോറൂമിൽ തന്നെ ജാവയുണ്ട്, SD ഉണ്ട്. അല്ല, SD വേറെ ബ്രാഞ്ചില്ലേ? ഇപ്പോൾ ഒന്നിച്ചാണ്, ഒരുമിച്ചാക്കിയാ? ഓഹോ, ഗൈസ് പുതിയ മോഡലാണല്ലേ. ഒരു ഹാർലി ഡേവിഡ്സൺ ലുക്കൊക്കെ ഉണ്ട് ഗൈസ്. അത് ജാവാം. ഇവിടെ നമ്മുടെ ലുലു മാളിൽ ഇല്ലാത്തൊരു സംഭവമാണ് എടപ്പള്ളിയിൽ ഇല്ലാത്തൊരു സംഭവം. ഇവിടെ കണ്ടോ? ഇവിടെ ഇങ്ങനെ തൂങ്ങി നമുക്ക് മൊത്തം കാണാൻ പറ്റും. റോൾ ഗ്ലൈഡർ ഫണ്ടൂറയുടെ ഒരു ഇതാണ് ഇത്. മിക്കവാറും നമ്മുടെ എടപ്പള്ളിയിലൂടെ തന്നെ വരാൻ ഞാൻ സാധ്യതയുണ്ട്. ഉണ്ണിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് മേടിച്ചു കൊടുത്തു. കണ്ടോ? ഒരു ബൈക്ക് അങ്ങ് മേടിച്ചു കൊടുത്തിട്ടുണ്ട്. ഗായ്സ് ഇതാണ് നമ്മുടെ ലുലു മാളിലെ തിയേറ്റർ. PVR, സൂപ്പർപ്ലെക്സ്, ഐമാക്സ്, ലൂക്ക്, 4DX എല്ലാം ഉണ്ട്. ഇവിടുത്തെ ഏറ്റവും പ്രത്യേകത കണ്ട ഐമാക്സ് കണ്ട ഗായ്സ്. ഗായ്സ് ഇപ്പോൾ നമ്മൾ ലുലു മാളിലെ ഏറ്റവും ടോപ്പ് ഫ്ലോറിലാണ് നിൽക്കുന്നത്. കണ്ടോ? ഇത് നമ്മുടെ എടപ്പള്ളി ലുലു മാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ലക്ഷം സ്ക്വയർ ഫീറ്റ് ആണെങ്കിൽ ഈ ലുലു മാൾ എന്ന് പറഞ്ഞാൽ 20 ലക്ഷം സ്ക്വയർ ഫീറ്റാണ്. പിന്നെ ഇതിന് അണ്ടർഗ്രൗണ്ടൊക്കെ വരുന്നുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിന് താഴെയും വേറെ ഫ്ലോർ ഉണ്ട്. അത് നമുക്ക് എന്തായാലും പോയി നോക്കാം. പിന്നെ ഇതേ മുകളിലായിട്ടാണ്, അതിൻ്റെ തൊട്ട് മുകളിലായിട്ടാണ് ഫണ്ടൂറ വരുന്നത്. ഫണ്ടൂറയ്ക്ക് വേണ്ടി മാത്രമായിട്ട് വേറൊരു ഫ്ലോർ പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് സൈഡിൽ മാത്രമായിട്ട്. ഗായ്സ് ഒരു ട്രെയിനൊക്കെ ഉണ്ട്. നമുക്ക് ട്രെയിനിലൊക്കെ കയറി വേണമെങ്കിൽ ഇങ്ങനെ ഫുൾ ചുറ്റി നടന്ന് കാണാം. കണ്ടോ? ഗായ്സ് ഇവിടെ നിന്നാണ് ആ റോളർ റൈഡറിൽ കയറുന്ന സ്ഥലം. ഇവിടെ നിന്ന് കയറി ഇങ്ങനെ ചുറ്റിക്കറങ്ങി നമുക്ക് ഈ മാൾ ചുറ്റിക്കറങ്ങി വരാം. അത്ര ലൊക്കേഷൻ ഒന്നുമില്ല, അതുകൊണ്ട് അതായത് അത്രയും കറങ്ങി വരാം. കണ്ടോ ഗായ്സ്? അപ്പോൾ ഇവിടെയാണ് ഫണ്ടൂറയിലേക്ക് കയറുന്ന വഴി. സൈഡിലായിട്ട് കണ്ടോ? ഇങ്ങനെ മുകളിലേക്ക് കയറി വേണം ഫണ്ടൂറയിലേക്ക് പോകാൻ. അവിടെ അനന്തു ജനത്രയാണ് നോക്കി.
ഏറ്റവും ടോപ്പ് ഫ്ലോറിൽ ചെറിയൊരു ഏരിയ ആയിട്ടാണ് ഫണ്ടൂറ കൊടുത്തിരിക്കുന്നത്. ഗായ്സ് ഇതാണ് റോൾ ക്ലൈഡറിൻ്റെ സ്ഥലം. 250 to 270 അവിടുത്തെ റേറ്റ് എന്ന് പറയുന്നത്. പിന്നെ നമുക്കിത് അങ്ങോട്ടേക്കൊക്കെ പോയി നോക്കാം. നല്ല ഗംഭീരമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പുൽക്കൂട് നോക്കി നിൽക്കുന്ന ഉണ്ണി. ഇതൊക്കെ ആരൊക്കെയാന്ന് പറ, ബാക്കി പറഞ്ഞിട്ട് പോകും. ഓ എടാ നിനക്ക് വല്ലതും അറിയോ? കളർഫുൾ ആണല്ലോ, നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഫണ്ടൂറയുടെ കിഡ്സ് ഏരിയ ആണ്, ഉണ്ണിക്കുള്ള ഏരിയ കണ്ടോ. ഉണ്ണി ഫണ്ടൂറയിൽ കിഡ്സിന് വേണ്ടിയിട്ടുള്ള ഏരിയയിൽ കറക്കി ഇറക്കാണ്. നമ്മൾ താഴെ പോവാണ്, നമ്മുടെ ഉള്ള ഏരിയ അവിടെയാണ്. എന്താ പറയുക, മറ്റേ നമ്മുടെ റൈഡ്സും കാര്യങ്ങളൊക്കെ അവിടെയാണ് ഉള്ളത്. നമുക്കപ്പോൾ അവിടെ പോയി നോക്കാം ഗായ്സ്. അപ്പോൾ നമ്മൾ എന്താടാ കിങ് ഓഫ് ദ ഹാമർ 2 അടിക്കാൻ പോവാണ്. ആച്ചയാണ് ആദ്യം അടിക്കുന്നത്. വട്ടം നിൽക്കലടാ. ആച്ച അടിച്ചു കഴിഞ്ഞു. എത്ര കയറുമെന്ന് നോക്കാം. 25 എന്നാ ഞങ്ങൾ അങ്ങനെ റോളർ കോസ്റ്ററിൽ കയറാൻ പോവാണ്. ഇവിടെ ആകെ ലാഭമായിട്ട് തോന്നിയതാണ് 150 രൂപയാണ് റോളർ കോസ്റ്ററിൽ ഒരാൾ കയറാൻ. പിന്നെ ഞങ്ങൾ ആ ഹാമറിനാണ് ഇവിടെയുള്ള ഏറ്റവും വിലക്കുറവ്. അത് 90 രൂപയ്ക്ക് 2 തവണ അടിക്കാം. നമ്മുടെ എടപ്പള്ളിയിലാണെങ്കിൽ അത് 50 രൂപയാണ്. 50 രൂപയ്ക്ക് 1 തവണ അടിക്കാം. അത് നോക്കുമ്പോൾ നമുക്ക് 10 രൂപ ലാഭമാണ്. ഇവിടെ 2 തവണ അടിക്കാം, 90 കൊടുത്താൽ മതി. അതേ റോളർ കോസ്റ്റർ ഇതാണ്. നമുക്കിനി റോളർ കോസ്റ്ററിൽ കയറാം. ഞങ്ങൾ റോളർ കോസ്റ്റർ കഴിഞ്ഞ് ഇനി ഞങ്ങൾ ഗോ ക്രേസി ഡാൻസ്, അതായത് ഈ കാർ ഓടിക്കാൻ പോവാണ്. ഞങ്ങൾ 6 പേരെ കൂടി. ഒരാൾക്ക് 120 രൂപ, 2 ആൾക്ക് 150 രൂപ, അങ്ങനെയാണ് ഇവിടുത്തെ റേറ്റ്. ഗോ ക്രേസി കാറിലിരിക്കുകയാണ്. കണ്ടോ, ഞാനും കണ്ടോ. പിന്നെ നമുക്ക് ആച്ചി അവന്മാരൊക്കെ അവിടെ ഇവിടെ ഉണ്ട്. അതെ, ജിനിമിത്രൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഫൈറ്റിംഗ് തുടങ്ങാൻ പോകും. ബ്ലർ ഇൻ റിയൽ ഗെയിം, റിയൽ ലൈഫ്, അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അനന്തും ജിനാച്ചാക്കൊക്കെ അവിടെ ഉണ്ട്. ആച്ചിയും അജുവും അവിടെ ഉണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്നിടത്തേക്കും തിരിയൊന്നുമില്ല. സർപ്രൈസ് ആയോടാ അത്. എന്റെ വാച്ച് ഇരിപ്പടാ. അവന്മാരില്ലേ അവിടെ കിടന്ന് ഇടിണ്ടായിക്കൊണ്ടിരിക്കുന്നു. അയ്യോ ഇടിച്ചു. കേട്ടോ മാറി കേട്ടോ. ഓ ഇടിച്ച്. ഇതിന് ഉണ്ണിയമ്മയാണ് റൈഡ് ചെയ്യുന്നത്. എക്കത്തിന് ഇടിച്ചിടുമെന്നാണ് പറയുന്നത്. ഇടി അവനെ. അമ്മേ അമ്മേ അയ്യോ.
ഞങ്ങളങ്ങനെ ഗോ ക്രേസി കഴിഞ്ഞ് ഇനി ഫുഡ് കഴിക്കാൻ പോവാണ്. എങ്ങനെയുണ്ടായിരുന്നു ഉച്ചൂണി? അപ്പൊ കളിച്ച കാർഗഡ് റൈസിംഗ് ബ്ലർ ബ്ലർ അതെ, വെറുതെ സമയം കളഞ്ഞു. 1.5 മിനിറ്റ് ഉണ്ണിക്കാം. ഇനി ഫുഡ് കഴിക്കട്ടെ ഗൈസ്. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ചിക്കിങ്ങിലാണ് വന്നിരിക്കുന്നത്. ചിക്കിങ്ങിൻ്റെ ഫെസ്റ്റീവ് ട്രീറ്റ് 899 രൂപയുടെ കോംബോ ഓഫറാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത്. ഉണ്ണിയമ്മത ഇവിടെ സാധനം മേടിക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. ടോക്കൺ നമ്പർ എത്ര ഉണ്ണിയമ്മ? 44 മൂന്നാമത്തെ പ്രാവശ്യം. ടോക്കൺ 58 ആണ്. ഇതാണ് ബില്ല് വന്നിരിക്കുന്നത് ഗൈസ്. ഓഫറാണ്, ഓഫർ. ഗൈസ് നമ്മുടെ കിട്ടി. ഗൈസ് ഉണ്ണിയമ്മ അത് ചിക്കിങ് ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. കുറച്ചുകൂടി നടന്നേടാ, കുറച്ചുകൂടി നടന്ന. ഉണ്ണിയുടെ മുഖത്ത് സന്തോഷം. ആ പെണ്ണുകാള ചടങ്ങ്. ഇതാണ് നമ്മുടെ കോംബോ ഓഫർ. ഞങ്ങളിവിടെ ഇരുന്ന് കഴിക്കണം. ഇതാണ് ഇന്നത്തെ ലഞ്ച്. ഗായ്സ് ഫുഡിങ് തുടങ്ങി. അപ്പം തന്നെ ജിനാച്ചാക്കും ഉണ്ണിയും ഇതേവിടെ പെപ്സി മറിച്ചുണ്ട്. ഇതെല്ലാം നമുക്ക് കണ്ടന്റ് അല്ലടാ. അവിടെ ചിക്കിങ് തന്നെയാണ്. തിരുവനന്തപുരം ലുലുമാളിൽ വന്നിട്ടൊന്നും കഴിച്ചില്ലെന്ന് പറയരുതല്ലോ അല്ലേ? ബാക്ക്ഗ്രൗണ്ടിൽ എന്തുമ്പോ ക്യാമറമാനാണ്. ഞാൻ മ്യൂസിക് ഇട്ടോ. മ്യൂസിക്കാ എന്തുവാടാ? എന്ത് ഗായ്സ് അപ്പോൾ ഞങ്ങൾ തിരുവനന്തപുരം ലുലു മാളിൽ നിന്ന് കോവളം ബീച്ചിലേക്ക് പോവാണ്. അപ്പോൾ ലുലു മാൾ എങ്ങനെയുണ്ട് ഉണ്ണിയമ്മ? കാരണം അതാ ഫാഷൻ സ്റ്റോറിൻ്റെ അടുത്താ. കാരണം പിന്നെ ഞങ്ങളിത് ഫുൾ എക്സ്പ്ലോർ ചെയ്തില്ല. ഞങ്ങൾ ഈ 2 ഫ്ലോറിൽ മാത്രം എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളൂ. സെക്കൻഡ് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും ഫുൾ എക്സ്പ്ലോർ ചെയ്യും. പിന്നെ തേർഡ് ഫ്ലോറും ഫണ്ടൂറ അതൊരു ചെറിയൊരു സ്പേസ് ആയിട്ടാണ്. ഇനി അണ്ടർഗ്രൗണ്ട് ഉണ്ട്, ഗ്രൗണ്ട് ഫ്ലോർ ഉണ്ട്. അത്ര ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. മാർക്കറ്റ് നമ്മൾ പക്ഷേ കണ്ടിട്ട് പോലും ഇല്ല. അതായിരിക്കും ഏറ്റവും വലുതായിട്ട് ഇവര് കാണിക്കുന്നത്. അതെ. അപ്പൊ ഇനിയിപ്പോ നമുക്ക് കോവളത്തേക്ക് പോവാം. കോവളത്തേക്ക് നമുക്ക് ബാക്കി കാണാം. ഗായ്സ് അങ്ങനെ നമ്മൾ കോവളം ബീച്ചിലെത്തിയിരിക്കുകയാണ്. കോവളത്ത് പാർക്കിംഗ് ഇല്ല, അതുകൊണ്ട് നമ്മൾ റോഡ് സൈഡിലാണ് പാർക്ക് ചെയ്തേക്കുന്നത്. അവിടെ ബീച്ച് കാണാം. അപ്പോൾ അതേ ഡ്രസ്സും ഒക്കെ ഊരി ചെരുപ്പൊക്കെ ഊരി വെക്കാണ്. ഉണ്ണിയമ്മയ്ക്ക് കാലൊക്കെ വേനെടുക്കുന്നൊക്കെ പറയുന്നുണ്ട്. ആദ്യമായിട്ട് വെയിലത്തൊക്കെ ചെരുപ്പിടാണ്ട് ചവിട്ടണേ. ചെരുപ്പിട്ട് വീടിൻ്റെ ഉള്ളിൽ ചെരുപ്പിട്ട് കിടക്കുന്ന ഒരു വ്യക്തിയാണ്, അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഇതേ ഡ്രസ്സൊക്കെ എടുത്തു. ഇനി നമുക്ക് ബീച്ചിൽ പോവാം. ബീച്ചിൽ ചെന്നിട്ട് കുളിക്കാം, അതാണ് പ്ലാൻ. പറയണ ഗായ്സ് അങ്ങനെ നമ്മൾ നമ്മുടെ കോവളം ബീച്ചിലെത്തിയിരിക്കുകയാണ്. കണ്ടോ, ഇതാണ് നമ്മുടെ കോവളം ബീച്ച്. ഡേഞ്ചർ ഏരിയ, ഡോണ്ട് ടേക്ക് ബാത്ത് ഹിയർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതവിടെ ആളുകൾ കുളിക്കുന്നുണ്ട്. കണ്ടോ ഗായ്സ്, അപ്പോൾ ഞങ്ങൾ കുളിക്കാൻ പോവാണ്. ഉണ്ണിയമ്മ കുളിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്, അതുകൊണ്ട് ഉണ്ണിയമ്മ നമ്മുടെ വീഡിയോ ഒക്കെ എടുത്തു തരുമായിരിക്കും എന്ന് വിചാരിക്കുന്നു.
പുള്ളിക്ക് ഇപ്പോൾ ഇവിടെ ഇറങ്ങിയപ്പോൾ സന്തോഷമായി, തണുപ്പായതുകൊണ്ട്. പുള്ളിയുടെ മോൻ്റെ എക്സ്പ്രഷൻ കണ്ടോ നിങ്ങൾ? കണ്ടോ? നൂബട ഗായ്സ്. അങ്ങനെ നമ്മൾ കോവളം ബീച്ചിൽ നിന്ന് കുളിച്ച് കയറിയത് എല്ലാവരും ഉണ്ട്. ഉണ്ണിയമ്മ അതെ സ്റ്റൈൽ കാണിച്ചിരിക്കുന്നുണ്ട്. എന്തെങ്കിലും പറയാനുണ്ടോ? എൻജോയിങ് ലൈഫാ. ഗായ്സ് സൂര്യൻ അസ്തമിക്കാറായി. നമ്മളിപ്പോൾ തിരിച്ച് വണ്ടിയിലേക്ക് പോവാണ്. മഴ വന്നുണ്ട് ഗായ്സ്. അപ്പോൾ നമ്മൾ തിരിച്ച് നടക്കാണ്. ഇവിടെ ഉള്ളൊരു വ്യൂ ആണ് ഇപ്പോഴത്തെ. ഒരു ഉണ്ണിയമ്മ ഷോ കാണിച്ച് നടന്നു വരുന്നുണ്ട് ഗായ്സ്. രാജു ജിന ജിന ആ തിരിച്ച് നമ്മൾ വീണ്ടും ലുലു മാളിന്റെ ഫ്രണ്ടിലെത്തി. കണ്ടോ ഗായ്സ്? ഹാപ്പി ന്യൂ ഇയർ, മേരി ക്രിസ്മസ് ഒക്കെ കിടന്ന് കറങ്ങുന്നുണ്ട്. എടാ ഈ സെയിം സാധനം തന്നെ നമ്മുടെ ഇടത്തിൽ കണ്ടാ നോക്ക. ജിംഗിൾ ബെൽസ് ജിംഗിൾ ബെൽസ്. എടാ റെഡ് കളർ അല്ലേ ഇത്? ഈ ചിഹ്നമൊക്കെ കറക്റ്റ്. ഏതാണ് ലുലുവിന്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്? അങ്ങനെ നമ്മൾ ലുലു കഴിഞ്ഞ് ഇനി നേരെ വർക്കലേക്ക് പോകണം. എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? കരയാണെന്ന് തോന്നുന്നു ചാക്ക്. ആദ്യമായിട്ട് ജീവിതത്തിൽ ഉണ്ണിയമ്മ ഇത്ര നടക്കണം. ജീവിതത്തിൽ ആദ്യമായിട്ട് ഇത്ര നടക്കണം പുള്ളി. ബർത്ത്ഡേ ഗിഫ്റ്റ്